DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫെബ്രുവരി മാസത്തിൽ ഓരോ റേഷൻ കാർഡ് ഉടമകൾക്കും ലഭിക്കുന്ന റേഷൻ വിഹിതങ്ങളുടെ വിവരം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. ഇതിന്റെ വിശദ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുവാനും മറക്കാതിരിക്കുക. ജനുവരി മാസത്തെ റേഷൻ വിതരണം ജനുവരി 31 ബുധനാഴ്ച ഇന്ന് അവസാനിച്ചിരിക്കുന്നു. എന്നാൽ ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക ഫെബ്രുവരി 2 വെള്ളിയാഴ്ച മുതലായിരിക്കും. എല്ലാ മാസത്തിലെയും 1-ാം തീയതി ഇപോസ് മെഷീനുകളിൽ ആ മാസത്തെ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നതിനായി റേഷൻ കടക്ക് അവധി നൽകിയിരിക്കുകയാണ്. അതിനാലാണ് 2-ാം തീയതി വെള്ളിയാഴ്ച മുതലായിരിക്കും ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത്. ആദ്യമായി അന്ത്യോദയ അന്നയോജന AAY മഞ്ഞ റേഷൻ കാർഡുകാർക്ക് ഫെബ്രുവരി മാസത്തിൽ 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. 2 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും ലഭിക്കും. അടുത്തത് PHS പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും 3 കിലോ കുറച്ച് അതിന് പകരം 3 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. NPS നീലക്കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. കൂടാതെ NPS കാർഡിന് അധിക വിഹിതമായി 4 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. അടുത്തത് NPNS വെള്ളക്കാർഡിന് 5 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. ബ്രൗൺ കാർഡിന് 2 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലാണ് ലഭിക്കുക. ജനുവരി, ഫെബ്രുവരി, മാർച്ച് ത്രൈമാസ കാലയളവിൽ വൈദ്യുതീകരിച്ച വീടുകളിലെ മഞ്ഞ റേഷൻ കാർഡുകാർക്ക് 1 ലിറ്റർ മണ്ണെണ്ണയും പിങ്ക് റേഷൻ കാർഡുകാർക്ക് 1/2 ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കും. വൈദ്യുതീകരിക്കാത്ത വീടുകളിലെ എല്ലാ വിഭാഗം കാർഡുകാർക്കും 6 ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ എല്ലാ റേഷൻ കാർഡുകാർക്കും സപ്ലൈകോ മാവേലി ഔട്ട്ലെറ്റുകളിൽ നിന്നും അരിയും പഞ്ചസാരയും വെളിച്ചെണ്ണയും മുളകും ഉൾപ്പെടെ 13 ഇന പലവ്യഞ്ജന സാധനങ്ങൾ സബ്സിഡി വിലയ്ക്ക് ലഭിച്ചിരുന്നു. എല്ലാ മാസവും 30 ലക്ഷം മുതൽ 40 ലക്ഷം വരെ കാർഡുടമകൾ അത് വാങ്ങിയിരുന്നു. 2 മാറ്റങ്ങൾ സബ്സിഡി ഇനങ്ങളിലും വരികയാണ്. ആദ്യത്തേത് കഴിഞ്ഞ 8 വർഷമായി കൂട്ടാതിരുന്ന സബ്സിഡി സാധനങ്ങളുടെ വില ഫെബ്രുവരി മാസം മുതൽ കൂടും. ഇതിൻ്റെ വിവരങ്ങൾ അടുത്തു തന്നെ സപ്ലൈകോ പുറത്തിറക്കും. രണ്ടാമത്തേത് ഇതുവരെ റേഷൻ കാർഡ് നമ്പർ മാത്രം നൽകിയാൽ സബ്സിഡി സാധനങ്ങൾ ലഭിക്കുമായിരുന്നെങ്കിൽ ഇനി മുതൽ റേഷൻ കടകളിലെ പോലെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും ഇപോസ് മെഷീനുകളിൽ വിരലമർത്തി സബ്സിഡി സാധനങ്ങൾ വാങ്ങേണ്ടി വരും. ഇതിനായി ഇപോസ് മെഷീനുകൾ വാങ്ങുവാൻ ഒരുങ്ങുകയാണ് സപ്ലൈകോ. ഇവ ഔട്ട്ലെറ്റുകളിൽ എത്തിക്കുന്നതിനനുസരിച്ചായിരിക്കും ഇത്തരത്തിൽ വാങ്ങേണ്ടി വരിക. മറ്റുള്ളവരിലേക്ക് കൂടി ഈ റേഷൻ അറിയിപ്പുകൾ ഷെയർ ചെയ്ത് നൽകുക.